നമസ്കാരം. എന്റെ കഴിഞ്ഞ 2 മെസ്സേജുകളിൽ ശരിക്കും നമ്മുടെ കർമ്മദോഷങ്ങളും പാപവും ഇതിനൊക്കെ പരിഹാരമായി കുരുതിയിലൂടെ നമുക്ക് നമ്മുടെ പാപ മോചനവും അല്ലെങ്കിൽ കർമ്മദോഷങ്ങളും ഒക്കെ മാറിക്കിട്ടും എന്നൊരു വ്യവസ്ഥ ഭൂമിയിൽ പണ്ട് മുതലേ ദൈവം വെച്ചിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് ദൈവം 2000 വർഷം മുന്നമേ അത് മതിയാക്കുകയും പകരം ദൈവം തന്നെ ദൈവത്തിന്റെ ഒരു പുത്രനായി യേശുവിനെ ഭൂമിയിൽ ജനിപ്പിച്ചിട്ട് ഒരു കുരുതി ചെയ്യുകയും ആ കുരുതിയിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ആ പാപത്തിന്റെ ഇളവ് അല്ലെ കർമ്മദോഷവും ഈ പറയുന്ന പാപം എന്ന് പറയുന്നത് ഈ കർമ്മദോഷവും മുൻജന്മ ശാപവും പാപവും ഇതിനെല്ലാത്തിനും ഇളവ് ലഭിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇത് ക്രിസ്തീയ കുടുംബത്തിൽ ഒരാൾ ജനിച്ചാൽ അവൻ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടതും ഇത് മനസ്സിലാക്കി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യവുമാണ്. ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായി നടന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല, കർമ്മഫലങ്ങൾക്കൊന്നും യാതൊരു ഇളവ് ലഭിക്കുന്നതുമില്ല. ഇപ്പൊ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു, ഈ സത്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, ഏതെങ്കിലും പള്ളിയിൽ പോകുന്നു, മതം പഠിപ്പിക്കുന്നത് പോലെ എന്തൊക്കെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു, മുന്നോട്ട് ജീവിച്ചു പോകുന്നു. പക്ഷെ ഈ സത്യങ്ങളും തിരിച്ചറിയാതെ എന്റെ കർമ്മഫലങ്ങളും എന്റെ പാപവും ഒക്കെ മോചിപ്പിച്ച് തരണം, ഞാനും ഈ കുരുതിയിൽ വിശ്വസിക്കുന്നു എന്ന് ദൈവത്തോട് സൃഷ്ടാവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഈ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഇളവൊന്നും ലഭിക്കുന്നതുമില്ല. എല്ലാവരും അനുഭവിക്കുന്നത് പോലെ കർമ്മഫലങ്ങളെല്ലാം ഈ വ്യക്തി തന്നെ അനുഭവിച്ച് തീരേണ്ടിയിരിക്കുന്നു. ഇതാണ് ശരിക്കുള്ള വ്യവസ്ഥ. പലരും എന്നെ വിളിച്ച് പിന്നെ സംശയങ്ങൾ ചോദിച്ചത്, മെയിനായിട്ടും ഹിന്ദുക്കൾ വിളിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നുമില്ലേ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥനയുണ്ട്, യേശുവിന്റെ പ്രാർത്ഥനയുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് എന്താണ് പ്രാർത്ഥനയുള്ളത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാനിത് പറയുന്നത്, ഈ ക്രിസ്ത്യാനിക്കൊരു പ്രാർത്ഥന, ഹിന്ദുക്കൾക്കൊരു പ്രാർത്ഥന, മുസ്ലിങ്ങൾക്ക് മറ്റൊരു പ്രാർത്ഥന അങ്ങനെ ഇന്നില്ല. സൃഷ്ടാവതയോ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിലേക്ക് എത്തുന്ന വ്യക്തികൾക്കെല്ലാം ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അതാണ് എന്റെ മുമ്പത്തെ മെസ്സേജുകളിലൂടെയെല്ലാം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന. അത് യേശു അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചിട്ടുള്ളത്, മുഹമ്മദ് നബിയും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, കൃഷ്ണനും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, രാമനും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇവരെല്ലാം ആ പ്രപഞ്ച സൃഷ്ടിച്ച ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് പല പല പേരുകളിട്ട് അവരുടെ രീതിയിൽ പറയുന്നു എന്നുള്ളൂ. ഓരോ ദേശത്തും ഓരോരോ പേരുകളാണ്. പക്ഷെ എല്ലാം ആ സൃഷ്ടാവ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനും നിങ്ങളോടൊക്കെ പറയുന്നത് ആ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. പക്ഷെ അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ മറ്റ് ദേവി ദേവന്മാരിലേക്ക് പ്രാർത്ഥിച്ച് അതിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിലേക്ക് എത്തി ആ ഒരു ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു കണക്ഷൻ കിട്ടിയാലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ജന്മം അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജന്മത്തിൽ ഒരു പൂർണ്ണത വന്നു എന്ന് ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്നതെല്ലാം നമ്മുടെ ഈ കർമ്മദോഷങ്ങളും ഈ മുൻജന്മ ശാപങ്ങളും പാപങ്ങള്, മാതാപിതാക്കൾ ചെയ്ത പാപം, ഇതൊക്കെ ആണ് ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതിന് തടസ്സം നിൽക്കുന്നത്. അപ്പൊ ഈ തടസ്സം മാറ്റാനായിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ പാപ പരിഹാരങ്ങൾ ദൈവം ഭൂമിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പലതുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തെ തന്നെ നമുക്ക് ദണ്ഡിപ്പിച്ച് നമ്മുടെ പാവങ്ങൾ അല്ലെ മുൻജന്മ ശാപങ്ങൾക്ക് അതിനൊക്കെ പരിഹാരം കണ്ടെത്താം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് നമ്മളത് ദൈവത്തിനായി വിനിയോഗിച്ചും കൊണ്ട് നമുക്ക് പരിഹാരം കണ്ടെത്താം. പിന്നെ എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ നമ്മൾക്ക് വരുമ്പോൾ നമ്മുടെ മാനസിക ടെൻഷനും വിഷമത്തിലൂടെയും ഒരുപാട് പാപങ്ങൾക്ക് പരിഹാരം വരും. മറ്റൊരു പരിഹാരമാണ് ഈ കുരുതി. പക്ഷെ ഞാൻ ഈ കുരുതിയുടെ ആ പരിഹാരത്തെക്കുറിച്ച് പറയാത്തതിന്റെ കാരണം 2000 വർഷം മുന്നമേ തന്നെ ഈ കുരുതി, പ്രത്യേകിച്ച് മനുഷ്യക്കുരുതി ദൈവം നിർത്തലാക്കി കളഞ്ഞു. കാരണം ദൈവം വെച്ചിരിക്കുന്ന ഈ കുരുതി ശരിക്കും അതിന്റെ വ്യവസ്ഥകളുണ്ട്. കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ മകനെയോ മകളെയോ അല്ലെങ്കിൽ വ്യക്തിയോ ഒക്കെയാണ് നമ്മൾ കുരുതി കൊടുക്കേണ്ടത്. അതൊരു ത്യാഗമാണ്. ഒരു പാപത്തിന് പാപം ചെയ്ത് നമ്മൾ അത്രയും വിഷമവും ദുഃഖവും ഈ വ്യക്തി അനുഭവിച്ചും കൊണ്ട് ഒരു പാപപരിഹാരം നടത്തുന്ന കാര്യമാണ് ആ കാര്യം. ഇത് പണ്ട് മുതലേ ഭൂമിയിൽ ദൈവം വെച്ചിരുന്ന വ്യവസ്ഥയാണ്. പക്ഷെ അത് പിന്നീട് തെറ്റി അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പോലെ അല്ലാതായി. അതുകൊണ്ടാണ് ദൈവം അത് പണ്ടേ നിർത്തലാക്കിയത്. എങ്ങനെയൊക്കെയാണ് തെറ്റിയെന്ന് പറഞ്ഞാൽ, ഈ കുരുതി ചെയ്യുന്ന പുരോഹിതൻ വഴിയാണ് ചെയ്യേണ്ടത്. ആ പുരോഹിതൻ അതിവിശുദ്ധനായിരിക്കണം. രണ്ടാമത്തത്, ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയെ വേണം, അല്ലെങ്കിൽ ആ ഒരു ജീവിയെ, മൃഗത്തെ അല്ലെങ്കിൽ പക്ഷിയൊക്കെ വേണം നമ്മൾ കുരുതി കൊടുക്കേണ്ടത്. അല്ലാതെ എവിടെന്നെങ്കിലും കടയിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടൊന്നും ഒരു മാനസിക അടുപ്പം ഇല്ലാത്ത ലെവലിലല്ല ഈ കുരുതി ചെയ്യേണ്ടത്. പിന്നെ ഇതിന്റെ പിറകിലുള്ള പല രഹസ്യങ്ങളും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ദൈവം എന്തിനാണ്
ഇത്രയും നിഷ്ഠൂരമായ ഒരു പരിപാടി ദൈവം പണ്ടേ ഭൂമിയിൽ വെച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഈ അപ്പോകാലിപ്റ്റോ സിനിമയെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഭയങ്കര കുരുതി മാത്രമുള്ള ഒരു സിനിമയാണത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തെ മുഴുവൻ തട്ടിക്കൊണ്ടുപോയി കുരുതി കൊടുക്കുന്ന ലെവൽ വരെ ചെയ്ത സിനിമ. ഇതൊന്നും ദൈവീകമല്ല. ദൈവം വെച്ചിരിക്കുന്ന കുരുതി വർഷങ്ങൾക്ക് മുന്നമേ തലതിരിഞ്ഞു പോയി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് ഒരുപാട് രഹസ്യങ്ങളും മർമ്മങ്ങളൊക്കെ ഗ്രഹിച്ച യോഗീശ്വരന്മാര് പണ്ടുണ്ടായിരുന്നു, പണ്ടേ ഉണ്ട്. ലക്ഷക്കണക്കിന് വർഷം മുന്നേ ഉള്ള മനുഷ്യർക്കും പലതും ഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഈ 4000, 5000, 6000 വർഷം മുമ്പുള്ള കാര്യം മാത്രമല്ല, അത് ഈ യുഗത്തിന്റെ ഈ കാലഘട്ടത്തെ കാര്യമാണ്. പക്ഷെ അതിന് മുമ്പുള്ള യുഗത്തിലും മുമ്പത്തെ കാലഘട്ടങ്ങളിലൊക്കെ ദൈവത്തിൽ നിന്ന് രഹസ്യങ്ങൾ ലഭിച്ച വ്യക്തികളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നെഗറ്റീവ് ശക്തികൾ, ഈ അസുര ശക്തികളും അല്ലെങ്കിൽ പൈശാചിക ശക്തികളും മനുഷ്യരെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് മനുഷ്യരെ അന്നു മുതലേ തെറ്റിച്ചു പോയി. ഇതുപോലെ തന്നെ ദൈവം വെച്ചിരിക്കുന്ന ഈ കുരുതിയുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പാപം ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൈവവിരുദ്ധ കാര്യം ചെയ്താൽ അതിന് ആ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ തെറ്റിയത് കാരണം അതിന്റെ പകരമായി ചില നെഗറ്റീവ് ശക്തികൾക്ക് നമ്മുടെ മേൽ സ്വാധീനം വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശിക്ഷയുടെ ശക്തികൾക്കാണ് പിന്നെ നമ്മുടെ മേൽ അവകാശം. ആ ഒരു പാപം ചെയ്തത് കാരണം, ഇല്ലെങ്കിൽ ആ ഒരു കർമ്മം തെറ്റിയത് കാരണം ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയുടെ നെഗറ്റീവായിട്ടുള്ള ചില ശക്തികൾക്ക് നമ്മുടെ മേൽ അവകാശം വരികയും നമ്മൾ എത്രയാണോ എവിടെയാണോ തെറ്റിയത് അതിന് പകരമായി കുറച്ച് കഷ്ടം അനുഭവിച്ച് തീരുന്നത് വരെ ഈ നെഗറ്റീവ് ശക്തികളുടെ പീഡനങ്ങൾ നമ്മൾ സഹിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇതിന്റെ പിന്നിലെ വ്യവസ്ഥ. അപ്പൊ ഈ നെഗറ്റീവ് ശക്തികൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ശക്തികളാണ്. ആ ദൈവത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് വന്ന ശിക്ഷയുടെ ശക്തികളാണ്. അവർക്ക് ഒരു ദാക്ഷിണ്യവും ഇല്ല. അവർക്ക് ശിക്ഷിക്കാനേ അറിയോ. അവർ ഭയങ്കരമായിട്ടുള്ള വയലൻസിയുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ എത്രത്തോളം വലിയ പാപമാണോ അത്രയും വലിയ ശിക്ഷയുടെ ശക്തികൾ നമ്മെ സ്വാധീനിക്കുകയും വലിയ ലെവലിൽ നമ്മളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് വ്യവസ്ഥ. ഈ ശിക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ശിക്ഷയിലൂടെ ഈ ആത്മാവ് ഇനി ആ തെറ്റ് ചെയ്യരുത്. ഇപ്പൊ നമ്മളെ ഇവിടെ തന്നെ ജയിലിൽ കൊണ്ടുപോയി ശിക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുന്നു, സബ് ജയിലിൽ. ഇതൊക്കെ ശിക്ഷയുടെ ഭാഗങ്ങളാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഇനി ആ തെറ്റ് ചെയ്യരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതേ വ്യവസ്ഥ വെച്ചിട്ടാണ് ഈ ആത്മാവിനെ പഠിപ്പിക്കാനാണ് ഈ ശിക്ഷയുടെ രീതിയിലുള്ള ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോ ഇതിനു വേണ്ടി ഒരുപാട് ശിക്ഷയുടെ ശക്തികൾ അല്ലെ ദേവന്മാർ നമ്മളിലേക്ക് സ്വാധീനം, നമ്മളിൽ ആൾറെഡി സ്വാധീനം ഉണ്ട്, പക്ഷേ എങ്കിലും എക്സ്ട്രാ കുറെ ശക്തികൾക്ക് കൂടുതൽ സ്വാധീനം വരികയും നമ്മളെ ആ എത്രയാണോ പാപം ചെയ്തത് അതിന്റെ കാഠിന്യം, അതിന്റെ ഒരു ലെവൽ തീരുന്നത് വരെ ഇവരുടെ പീഡനങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് വ്യവസ്ഥ. അപ്പൊ ഇതോടൊപ്പം ഈ പാപം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഈ നിയമം തെറ്റുന്നതിലൂടെ ദൈവത്തിന്റെ ചില നെഗറ്റീവ് അല്ലെ പൈശാചിക ശക്തികൾ, അതായത് നമ്മളെ ദൈവത്തിൽ നിന്നും വഴിതെറ്റിച്ച് അവരിലേക്ക് ആകർഷിച്ച് നമ്മളെ കൊണ്ടുപോകാൻ, നമ്മളെ ആത്മാക്കളെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കണക്കിനുള്ള ചില അസുര ശക്തികളും ഇതിനേടകം നമ്മളിലേക്ക് വലിഞ്ഞു കയറുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് രീതിയിൽ നെഗറ്റീവ്സ് നമ്മളിലുണ്ട്. ഒന്ന്, നമ്മളെ ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികളുണ്ട്. മറുഭാഗത്ത് നമ്മളെ വഴിതെറ്റിച്ച് നമ്മളെ ആത്മാക്കളെ തട്ടിക്കൊണ്ടു പോകാൻ കണക്കിനുള്ള നെഗറ്റീവ് ശക്തികളായ പൈശാചിക ശക്തികളും നമ്മളിലേക്ക് സ്വാധീനം വരും. ഇങ്ങനെ രണ്ട് ശക്തികളും ഉണ്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ മുമ്പൊക്കെ ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, ഇവരും സ്വാധീനിക്കും. ഈ രണ്ട് കൂട്ടർക്കും നമ്മളിൽ നിന്നുള്ള ചില എനർജിയാണ് അവർക്ക് വേണ്ടത്, ഈ രണ്ട് കൂട്ടർക്കും. അപ്പം ഒരുപാട് പാപങ്ങൾ നമ്മൾ അറിയാതെ പിന്നെയും ചെയ്തുകൊണ്ടിരുന്നാൽ അതിന്റെ ഫലമായി നമ്മൾ ഈ രണ്ട് കൂട്ടരുടെയും പീഡനങ്ങൾ അത്രയും സഹിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ മാറ്റമൊന്നുമില്ല. ഇത് എല്ലാ മനുഷ്യർക്കുള്ള വ്യവസ്ഥയാണ്. ഇതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധമതം, ജൈനമതം അല്ലെങ്കിൽ ആ മതം ഈ മതം അങ്ങനെ ഒന്നുമില്ല. ഭൂമിയിലെ ഏത് മനുഷ്യനും അവന്റെ കർമ്മം തെറ്റിയാൽ ആ തെറ്റിന്റെ ഫലമായിട്ടുള്ള കഷ്ടങ്ങൾ ഈ വിധ നെഗറ്റീവ് ശക്തികളിൽ നിന്നും അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഇത് ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. അപ്പൊ ഇത് അനുഭവിക്കുമ്പോൾ ഇതിനെ അനുഭവിക്കാതിരിക്കാനായിട്ട് അതിന് ഇളവ് അല്ലെങ്കിൽ ഇവരുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാവാനാണ് നമ്മൾ കുരുതി അല്ലെങ്കിൽ ഈ രക്തം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ഇവർക്ക് കൊടുത്ത് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇതാണ് എന്റെ പിള്ള തിയറി. എനിക്ക് ദൈവം പറഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ ഒരു ജീവിയെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയോ ഒക്കെ കുരുതി കൊടുക്കുമ്പോൾ അവന്റെ രക്തത്തിലെ എനർജിയും അവന്റെ ജീവൻ എന്ന് പറയുന്ന ആ ഒരു എനർജിയും ഈ കൂട്ടർക്ക് കിട്ടുമ്പോൾ പിന്നെ നമ്മളെ പീഡിപ്പിക്കുന്ന ആ ഒരു പരിപാടി പകരത്തിന് പകരം ആണ്. എല്ലാം പകരത്തിന് പകരം, കർമ്മ ഫലം എന്ന് പറയുന്നത് പോലെ എന്തിനും പകരത്തിന് പകരം. ഒന്നുകിൽ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ എനർജി അവർക്ക് കൊടുക്കുക, അവർ എനർജി വാങ്ങിച്ചുകൊണ്ട് പിൻവാങ്ങി പോകും. ഇതാണ് ഇതിന്റെ തിയറി.
ഇത് എന്തൊക്കെയാണ് ഈ തിയറി, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ എനിക്കും വലിയ പിടിയൊന്നുമില്ല. എനിക്ക് ദൈവം ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ മറഞ്ഞു കിടക്കുന്ന മറ്റ് ഡയമെൻഷനിലൊക്കെ ഉള്ള ചില തിയറികളുടെ ഒരു ഭാഗമാണ്. നമ്മൾ ഇതിന്റെ ബാക്കിയൊക്കെ പഠിക്കണമെങ്കിൽ ജയിച്ച് മറ്റ് ഡയമെൻഷനിൽ പോയതിനു ശേഷം അവിടെ പഠിക്കേണ്ട കാര്യങ്ങളുടെ വലിയ വലിയ കാര്യങ്ങളുടെയൊക്കെ ഒരു തുടക്കമൊക്കെയാണ് ഈ വിധ കാര്യങ്ങൾ. ഇത്രയൊക്കെ മനുഷ്യന് പറഞ്ഞു തന്നിട്ടുള്ളൂ. എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇതിന്റെ പിന്നിൽ ഇനിയും കാര്യങ്ങളുണ്ട്, അതൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇത്ര മനസ്സിലാക്കിയാൽ മതി. തെറ്റുകൾ ചെയ്യുന്ന, അല്ലെ കർമ്മങ്ങൾ തെറ്റുമ്പോൾ അതിന് ഫലമായി നമ്മളെ പീഡിപ്പിക്കുന്നത്, ശിക്ഷിക്കുകയും ചെയ്യുന്നതെല്ലാം ഈ നെഗറ്റീവ് ശക്തികളാണ്. ഇതിൽ ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികളുമുണ്ട്. നമ്മളെ വഴിതെറ്റിക്കാനായി പ്രലോഭിപ്പിച്ചും നമ്മളെ പീഡിപ്പിച്ചും സുഖിക്കുന്ന ചില പൈശാചിക ശക്തികളുമുണ്ട്. ഇതിന് പകരമായി നമ്മളെ ഈ ഒരു കഷ്ടം അനുഭവിക്കുന്നതിന് പകരമായി മറുവിലയായി രക്തമോ ജീവനോ നൽകിയാൽ ഇവരതിൽ തൃപ്തിപ്പെട്ട് ഇവർ പൊയ്ക്കോളും. അങ്ങനെ മാറിക്കൊടുക്കണം എന്ന വ്യവസ്ഥയാണ് സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നും ഈവിധ ശക്തികൾക്ക് മനുഷ്യജന്മത്തിന് മുന്നമേ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. അവരെ വ്യവസ്ഥ കറക്റ്റാ പാലിക്കും. ഇത് കൊടുക്കുമ്പോൾ അവർ വിട്ടുമാറിപ്പോകും. ഇതിന് പകരം ഇത് കിട്ടിയാൽ മതി, രക്തവും ജീവനും കിട്ടിയാൽ മതി, അവർ വിട്ടുമാറിപ്പോകും. ഇതാണ് വ്യവസ്ഥ. അപ്പൊ മനുഷ്യന് ഈ വിധ വ്യവസ്ഥ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. ഇത് സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ സമയസമയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ പാപത്തിന്മേൽ പാപം പെരുകി, അതായത് ഈ അസുരശക്തികൾ, അവിടെ ദൈവത്തിന്റെ നെഗറ്റീവ് ശിക്ഷയുടെ ശക്തികളല്ല, പകരം അസുരശക്തികൾ, അതായത് പൈശാചിക ശക്തികൾ മനുഷ്യനെ കൂടുതൽ തെറ്റിപ്പിച്ച് പ്രലോഭിപ്പിച്ച. ഇവർക്കറിയാം ഇവർക്ക് വ്യവസ്ഥ തെറ്റിയാൽ ഇവനെ പീഡിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് അധികാരമുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ഇവനെ അവകാശമുണ്ട്. പക്ഷെ ഈ പീഡനം കഴിഞ്ഞു കഴിഞ്ഞാൽ വിട്ടുമാറിക്കൊള്ളണം. ഒന്നുകിൽ കുരുതി, ഇല്ലെങ്കിൽ ഈ ശാരീരിക പീഡനം, എന്തെങ്കിലും രീതിയിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് തീരുമ്പോ ഇവർക്ക് വിട്ടുമാറി പോവേണ്ടി വരും. അപ്പൊ വിട്ടുമാറി പോവാതെ കാലാകാല ഇവനെ പീഡിപ്പിച്ച് സുഖിക്കാനായിട്ട് ഈ പൈശാചിക ശക്തികൾ ഇവനെ തെറ്റിന്മേൽ തെറ്റിലേക്ക് പ്രലോഭിപ്പിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ തെറ്റിന്റെ പുറത്തുള്ള ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഒരു കൂട്ടർ അവന്റെ അകത്തിരുന്നു കൊണ്ട് പിന്നെയും തെറ്റിപ്പിച്ച് പ്രലോഭിപ്പിച്ച് ഇവനെ പിന്നെയും തെറ്റുകാരനാക്കുകയും ഇവന്റെ മരണം വരെ ഇവനെ വിട്ടു പോകാതെ ഇവർക്ക് ഇവനെ കയറി പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കാം. ഇതാണ് പിന്നെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ മനുഷ്യൻ അറിവ്, ഇപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് ദൈവം ഒരു സൈഡിൽ കൂടി അറിവ് കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഈ അറിവിലൂടെ ഇവൻ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് വരണം. അപ്പൊ ഈ അറിവ് കൊടുക്കാൻ വന്ന ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നതൊന്നും മനുഷ്യർക്ക് അത്ര കണ്ട് ഗ്രഹിക്കാൻ പറ്റാത്ത ലെവലിൽ നെഗറ്റീവ് ശക്തികൾ മനുഷ്യന്റെ മനസ്സിനെ മായയാൽ കുടുക്കി കളഞ്ഞു. ഇത് ഇങ്ങനെ കുടുക്കിക്കൊണ്ടേയിരിപ്പുണ്ട്. ഇവനും കിട്ടുന്നില്ല, അവൻ മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെ ചില വ്യവസ്ഥകളുണ്ടെന്ന് ഇതൊക്കെ കേട്ടു, ശരി തന്നെ, ഓക്കെ എന്നൊക്കെ പറയുകയും ചെയ്യും. ഈ നെഗറ്റീവ് ശക്തിയുടെ പ്രലോഭനം വരുമ്പോൾ ഈ മനുഷ്യൻ സ്വാഭാവികമായിട്ട് പിന്നെയും അടുത്തടുത്ത തെറ്റുകൾ ചെയ്യാനും തുടങ്ങി. അപ്പൊ ഇവർ പിന്നെയും പീഡിപ്പിച്ചുകൊണ്ട്, അപ്പം തെറ്റുകൾ ചെയ്യുന്നു, പിന്നെയും പീഡനം അനുഭവിക്കുന്നു, തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെയും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കർമ്മഫലം ഒരിക്കലും തീരാത്ത ലെവലിലേക്ക് ആവാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് അടുത്ത ജന്മത്തിൽ ഇതിന്റെ ബാക്കി അനുഭവിക്കുകയും ചെയ്യണം. അതൊരു വശം. മറുവശത്ത് ഇവന്റെ മക്കളും ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പാരമ്പര്യമായി ഇതങ്ങ് പോകാൻ തുടങ്ങി. അപ്പൊ ദൈവം തന്നെ വിചാരിച്ചു ഈ ഗുരുതിയിലൂടെ ഇവർക്ക് ആ രക്തവും ജീവനും നൽകി ഇവരെ തൃപ്തിപ്പെടുത്തി പറഞ്ഞു വിടാം എന്ന ലെവലിൽ കുരുതി വെച്ചപ്പോ ഈ കുരുതിയുടെ വ്യവസ്ഥയും ഈ ആസുര ശക്തികൾ, പൈശാചിക ശക്തികൾ മനുഷ്യന്റെ മനസ്സിൽ കയറി അതിനെ തെറ്റിക്കാൻ തുടങ്ങി. അതിനെ തെറ്റിക്കുന്നതിന്റെ മെയിൻ കാര്യം പാപത്തിന് പല പ്രായച്ചിത്തം ചെയ്ത് അല്ലെങ്കിൽ ഈ കർമ്മഫലം തീരാനായിട്ട് വെച്ചിരുന്ന കുരുതി നെഗറ്റീവ് ശക്തികളെ പ്രീതിപ്പെടുത്തി കൂടുതൽ കാര്യം സാധിക്കാം എന്ന ലെവലിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ മാറ്റിക്കളഞ്ഞു. കാരണം നെഗറ്റീവ് ശക്തികൾക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ അവനെ പീഡിപ്പിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ രക്തം കിട്ടണം, അല്ലെങ്കിൽ ആ ജീവൻ കിട്ടണം. ഈ രണ്ട് എനർജിയും വാങ്ങിക്കുക, നമുക്ക് ഇത്തിരി പവർഫുൾ ആകുക, തൃപ്തിയായി മാറിപ്പോവുക. ഇതാണ് നെഗറ്റീവ് ശക്തിയുടെ ലക്ഷ്യം. ഇത് ഈ പൈശാചിക ശക്തികൾക്കും നെഗറ്റീവ് ആയതുകൊണ്ട് അവർക്കും ഇതാണ് വേണ്ടത്. അവർക്കും ഈ ഒന്നുകിൽ ഇവനെ പീഡിപ്പിച്ച് സന്തോഷിച്ച് അതിലൂടെയുള്ള എനർജി ആസ്വദിക്കുക, ഇല്ലെങ്കിൽ രക്തത്തിൽ നിന്നും ജീവനിൽ നിന്നും കിട്ടുന്ന എനർജി മാറ്റുകൊണ്ട് അതിൽ സന്തോഷമായി പോവുക. അപ്പം ഇവർക്കത് കിട്ടിയാൽ മതി. പക്ഷെ ഇവര് തന്നെ മനുഷ്യനെ സ്വാധീനിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കൂടുതൽ കുരുതികൾ ചെയ്ത് ഈ ദുർശക്തികൾക്ക്, അതായത് ഞങ്ങളെപ്പോലുള്ള ശക്തികൾക്ക് നിങ്ങൾ പ്രീതിപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ സാധിച്ചു തരും, ഇത് ചെയ്തു തരാം, കൂടുതൽ അങ്ങനെ ചെയ്തു തരാം എന്നും പറഞ്ഞ് മനുഷ്യരെ പതുക്കെ പ്രലോഭിച്ചതിന് ശേഷമാണ് അവർ ഈ ദൈവം വെച്ചിരിക്കുന്ന ഈ ഒരു പശ്ചാത്താപിച്ച് അല്ലെങ്കിൽ ഈ മനം തകർന്നുള്ള ഈ ഒരു പ്രവൃത്തിയിലൂടെ ഒരു പരിഹാരം കാണുന്നതിന് പകരം കൂടുതൽ കാര്യങ്ങൾ ഈ അസുര ശക്തികളിൽ നിന്നും,
അല്ലെങ്കിൽ പൈശാചക്തികളിൽ നിന്നും നേടാൻ വേണ്ടി ഈ കുരുതി മനഃപൂർവ്വം ചെയ്യുന്ന ലെവലിലായി. അപ്പൊ ഇവർക്ക് എവിടെന്നെങ്കിലും ജീവനോ രക്തത്തിലുള്ള ജീവനോ അതിലുള്ള പവറോ കിട്ടിയാൽ മതി. അതിലിപ്പം ഈ വ്യക്തി മാനസാന്തരപ്പെടണമെന്നോ അല്ലെങ്കിൽ അവന് പശ്ചാത്താപപ്പെടണമെന്നോ ഇവർക്ക് നിർബന്ധമില്ല. ഇവർക്ക് ഈ എനർജി കിട്ടിയാൽ മതി. അപ്പം ആൾക്കാരെന്ത് ചെയ്ത് വല്ലവരെ മക്കളെ തട്ടിക്കൊണ്ട് വരികയും കണ്ടവരെ പിടിച്ചുകൊണ്ട് വരികയും എവിടെന്നെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്ന് മാക്സിമം രക്തവും ജീവനും കൊടുത്ത് ഈ ദുർശക്തികളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നേട്ടങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയ അത് കയറി വന്നപ്പോഴാണ് ദൈവം ഈ കുരുതി പരിപാടി ഇനി വേണ്ട എന്നും പറഞ്ഞ് മൊത്തം നിർത്തലാക്കിയത്. പക്ഷെ ദൈവം നിർത്തലാക്കിയാലും മനുഷ്യരത് പിന്നെ തുടർന്നുകൊണ്ടിരിപ്പുണ്ട്. കാരണം ഈ നെഗറ്റീവ് ശക്തികൾ ഉണ്ടല്ലോ. നെഗറ്റീവ് ശക്തികൾ വന്നിട്ട് ഇത് ഒപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഈ കുരുതി ഇതൊക്കെ ചെയ്ത് ഒപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവൊക്കെ വന്നിട്ട് ഈ പരിപാടിക്കെതിരെ പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള ദുർമൂർത്തികളെയൊക്കെ നാരായണ ഗുരു അടിച്ച് പൊട്ടിച്ച് കളയൊക്കെ ചെയ്തതിന്റെ കാരണം ദൈവം വെച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു ശിക്ഷ എന്നോണം വെച്ചിരുന്ന ആ ഒരു പ്രക്രിയയെ സന്തോഷത്തോടെ കാര്യം നേടാനായിട്ട് ചെയ്യുന്ന ഒരു നെഗറ്റീവ് പരിപാടിയായി ഭൂമിയിൽ അത് മാറിയത് കൊണ്ടാണ് ഇത് ദൈവം മതിയാക്കിയതും ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള പല ആചാര്യന്മാരെല്ലാം ഇതിനെ എതിർക്കുകയും ചെയ്തത്. അപ്പോൾ ഇത് മതിയാക്കിയാലും ഈ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശിക്ഷയുടെ ശക്തികളുണ്ട്. അപ്പൊ അവരുടെ ഡ്യൂട്ടി കറക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വഴിതെറ്റിച്ച് മറ്റേ മനുഷ്യരെ എന്ത് ദൈവം ചെയ്താലും മറ്റവന്മാരെ കയറി ഡ്യൂപ്ലിക്കേറ്റ് ഒപ്പിച്ച് തട്ടിക്കൊണ്ട് പോകുന്ന ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മെസ്സേജുകളൊക്കെ ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾ കേട്ടാലേ ഇതൊക്കെ നിങ്ങൾക്ക് പിടികിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് കേട്ടിട്ട് കുറെ സംശയങ്ങൾ വരും. എന്റെ പഴയ മെസ്സേജുകളെല്ലാം കേൾക്കണം, എങ്കിലേ ഇതൊക്കെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ദൈവത്തിന്റെ കുറെ നെഗറ്റീവ് ശക്തികളുണ്ട്. അത് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശക്തികളാണ്. അവരെ ഒതുക്കി നിർത്തണം. അതിനുവേണ്ടി ഈ രക്തവും അല്ലെങ്കിൽ ഈ ജീവനും കൊടുത്താലേ അവരെ പ്രീതിപ്പെടുത്തി മാറ്റാൻ പറ്റുള്ളൂ. ഇത് വ്യവസ്ഥയാണ്. പക്ഷെ മനുഷ്യന്റെ കുരുതിയുള്ള പരിപാടി ദൈവം നിർത്തലാക്കിയിട്ട് പകരം ഈ ഏറ്റവും ഹൈ കുരുതിയായിട്ട് ദൈവം ഒരു മനുഷ്യനെ ഭൂമിയിൽ ഒരു ദേശത്ത് ദൈവം തന്നെ ജനിപ്പിച്ചിട്ട് അവിടെ എങ്ങ് കുരുതിയാക്കി. ഈ കുരുതിയിൽ ആര് വിശ്വസിക്കുന്നുവോ അവരെ നീ വിട്ട് പൊയ്ക്കോളണം എന്ന് ദൈവം തന്നെ ഈ ദൈവത്തിന്റെ നെഗറ്റീവ് ശക്തികളോട് ആജ്ഞ കൊടുത്തു. കാരണം ദൈവം തന്നെ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. കുരുതിയിലൂടെ ഉള്ള ശക്തി കിട്ടിയാൽ നീ പൊയ്ക്കോളണം. അപ്പൊ നമ്മളിത് വിശ്വസിച്ചാൽ ഈ യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ കുരുതിയിലുള്ള ശക്തി നമുക്കും കൂടെ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അവനെ വിട്ടുപൊയ്ക്കോളണം എന്നൊരു നിയമം ഈ നെഗറ്റീവായ ശക്തികളോട് ദൈവം ഒരു ഓർഡർ പോലെ കൊടുത്തത് കൊണ്ടാണ് ഇതിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇളവ് കിട്ടും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നവരെ ഈ നെഗറ്റീവിന് വിട്ടുപോയേ പറ്റൂ. കാരണം മറ്റേ കുരുതിയുടെ ശക്തി ഇതിനും കൂടെ വേണ്ടിയിട്ടാണ് എന്ന് വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ദൈവം തന്നെ. അപ്പൊ അതുകൊണ്ട് വിട്ടുപോയേ പറ്റൂ. പക്ഷേ നെഗറ്റീവ് ശക്തികൾ ഇതിൽ നിന്ന് ഒതുങ്ങിയില്ല. ഈ ആസുര ശക്തികൾ, അതായത് ദൈവത്തിന്റെ പൈശാചിക ശക്തികൾ ഇതിൽ നിന്ന് വിഷയമല്ല. അവർ ഇപ്പോഴും കാര്യം സാധിക്കാൻ വേണ്ടി ഞങ്ങൾ ശരിയാക്കി തരാം, നിങ്ങൾ ഞങ്ങൾക്ക് ഇത് താ, രക്തം താ, അല്ലെങ്കിൽ ജീവൻ താ എന്നും പറഞ്ഞ് ഈ പൈശാചിക ശക്തികൾ മനുഷ്യനെ പിന്നെയും പ്രലോഭിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവര് ഒരു സൈഡിൽ കൂടെ അത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ദൈവം തന്നെ പൂർണ്ണമായി ഈ പൈശാചിക ശക്തികളിലൂടെയുള്ള ഈ പരിപാടി ഇനി സത്യയുഗത്തിന് മുന്നോടിയായിട്ട് നശിപ്പിച്ചിരിക്കും എന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴേ നശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗവൺമെന്റ് സ്ഥലത്തെല്ലാം സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നതേ ദൈവം ചെയ്യുന്നൊരു പരിപാടിയാണ്. ഈ മൃഗക്കുരുതി എന്താണെങ്കിലും ഇപ്പം നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇതിലൂടെ പ്രീതിപ്പെടുത്തി ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ലെവലിലേക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഈ പൈശാചിക ശക്തികളാണ് ഇപ്പം കൈയേറിക്കൊണ്ടിരിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികൾക്ക് വേണ്ടിയിട്ട് മറുശിക്ഷ എന്നോണം ചെയ്യുന്ന ഒരു കാര്യത്തിനെ ഇപ്പം കാര്യം കാണാൻ വേണ്ടിയിട്ട് പിന്നെ പൈശാചിക ശക്തികൾക്ക് കൊടുത്ത് കാര്യം നാടുന്ന ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ദൈവം തന്നെ അതിനെ നിർത്തലാക്കി തന്നിരിക്കും. അത് നമുക്ക് നോക്കണ്ട. അപ്പൊ ഈ വ്യവസ്ഥ വിശ്വസിച്ചാൽ മതി. പക്ഷെ ഞാൻ ഈ പറയുമ്പോൾ ഈ കാര്യം കേട്ടിട്ട് ഇപ്പൊ കുറച്ച് ഡീറ്റെയിൽഡ് പറയുന്നുണ്ട്. പലരും തന്നെ വിളിച്ച് നേരത്തെ ചോദിച്ചത് ഈ ഹിന്ദുക്കൾക്ക് പറ്റുമോ? ഹിന്ദുക്കൾക്ക് ഇത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ ഒരു പരിപാടി ഇല്ല. മനുഷ്യർക്കുള്ള വ്യവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനു വേണ്ടി ഒരു മനുഷ്യനെ ഒരു സ്ഥലത്ത് ദൈവം തന്നെ ജനിപ്പിച്ച് അവനെ ഒരു പാപവും ചെയ്യാതെ ഫുൾ പെർഫെക്റ്റ് ആക്കി നിർത്തിക്കൊണ്ട് ഒരു കുരുതി ജയിപ്പിച്ച് ഈ നെഗറ്റീവ് ശക്തികളുമായിട്ടുള്ള ഒരു ഓർഡർ ദൈവം ഇങ്ങനെ ഒരു ഉടമ്പടി വെപ്പിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ചെയ്താൽ അതിന്റെ ഫലം നമുക്ക് വരും. ഇത് ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരാൾ ജനിച്ചിട്ട് പോലും ഈ കാര്യം അവർക്ക് അറിഞ്ഞുകൂടാതെ അവർ വെറുതെ യേശുവിനെ ദൈവം വിചാരിച്ച് പ്രാർത്ഥിച്ച് ഒരു ഫലമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നാളും ദൈവം കണ്ണടച്ച് കൊടുത്തതാണ്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് ആ ഒരു ഫ്രീ ആയിട്ടുള്ള സൗജന്യമായിട്ടുള്ള ചില പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കണമെങ്കിലും ഇനി അത് കിട്ടൂല. ഈ കാലഘട്ടം മാറി. ഇപ്പം ദൈവത്തിന്റെ അവിടെ നിന്ന് സ്ട്രിക്റ്റ് ആണ്, പ്രകൃതി സ്ട്രിക്റ്റ് ആണ് ഇപ്പോൾ. അപ്പൊ ഇനി അങ്ങനെ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും ഇത് അറിഞ്ഞുകൂടാതെ പിന്നെ മണ്ടത്തരത്തിലോട്ട് പോകാതിരിക്കാനാണ്
നിങ്ങൾ കർശനമായും ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞത്. കാര്യം ദൈവം അവരെ ആ ഒരു കുടുംബത്തിൽ ആ ആത്മാവിനെ ജനിപ്പിച്ചെങ്കിൽ ആദ്യം അത് വേണ്ടേ പഠിക്കാൻ, അത് പഠിച്ചിട്ട് വേണ്ടേ അപൂർവപൂർവ്വം അന്വേഷിക്കണം. അപ്പൊ ഇതുപോലും പല ഈ ക്രിസ്ത്യ കുടുംബത്തിൽ ഇരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. ഈ വ്യവസ്ഥ ഭൂമിയിലെ സകല മനുഷ്യർക്കും ആർക്കാണോ കർമ്മഫലം എത്ര അനുഭവിച്ചിട്ടും തീരുന്നില്ല, എത്ര കഷ്ടം അനുഭവിച്ചിട്ടും പിന്നെയും കഷ്ടമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, അത്രയും പാപം അല്ലെങ്കിൽ അത്രയും കർമ്മം എവിടെയൊക്കെയോ തെറ്റിയത് കാരണം അത്രയും നെഗറ്റീവ് ശക്തികൾ പീഡിപ്പിക്കാനായി നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെ ശിക്ഷിച്ചുകൊണ്ടിരിപ്പുണ്ട്. നിങ്ങളെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? ഒരു വശത്ത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ഇത്രയും ശിക്ഷ അനുഭവിച്ചാൽ നിങ്ങളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാം, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അത്രയും കഷ്ടം നിങ്ങൾ ഈ ഭൂമി കിടന്ന് അനുഭവിക്കണ്ടേ? അതിനൊരു ഇളവ് തന്നതാണ് ഈ ഇസ്രായേൽ എന്ന ദേശത്ത് ഒരു മനുഷ്യനെ അയച്ച് ദൈവം ഈ പരിപാടി ചെയ്തത്. പക്ഷെ ആ മനുഷ്യന്റെ പേരിൽ ഭാവിയിൽ പിന്നെ ഒരു മതം ഉണ്ടായി വന്നത് ദൈവമായിട്ട് ചെയ്ത പരിപാടിയല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഏത് മനുഷ്യനും കർമ്മഫലം അനുഭവിച്ചിട്ടും തീരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവന് ഈ ഭൂമിയിൽ വന്ന ഈ മനുഷ്യകുരുതിയിൽ വിശ്വസിക്കാം. അത് മതമൊന്നും അവരുടെ വിഷയമല്ല, ആർക്കു വേണോ വിശ്വസിക്കാം. പക്ഷെ എത്ര അനുഭവിച്ചിട്ടും തീരുന്നില്ല, അത്ര കണ്ട് നിരാശയിൽ വന്ന ഒരു വ്യക്തി അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, അപ്പൊ പ്രാർത്ഥിക്കേണ്ടതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൃഷ്ടാവൻ ദൈവത്തോടുള്ള പ്രാർത്ഥന. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും അവരെ ആരാണോ സൃഷ്ടിച്ചത്, ഈ ഭൂമി ആരാണോ സൃഷ്ടിച്ചത്, ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ ഒരു ഇളവ് ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ഇങ്ങനൊരു ഇളവ് തരണേ എന്ന് നമ്മൾ യേശുവിനോട് പ്രാർത്ഥിച്ചാലോ, യേശുവിന്റെ അമ്മയെ മറിയടുത്ത് പ്രാർത്ഥിച്ചാലോ, ഏതെങ്കിലും വിശുദ്ധന്മാരുടെ അടുത്ത് പ്രാർത്ഥിച്ചാലോ ഇളവ് കിട്ടൂല. ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ്. സൃഷ്ടാവാൻ ദൈവത്തോട് ആര് പ്രാർത്ഥിച്ചോ അവർക്ക് ആ ദൈവമാണ് ഇളവ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ വന്ന വ്യക്തിയോ ഇത് പഠിപ്പിച്ച വ്യക്തികളോ അല്ല ഇളവ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ എന്റെ അടുത്ത് പറയണം, ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണം, എന്റെ അടുത്ത് പറയണം, ബ്രദറെ അല്ലെങ്കിൽ സഹോദര എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഇളവ് വാങ്ങിച്ച് തരണേന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂല. നിങ്ങൾ സൃഷ്ടാവ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇങ്ങനൊരു വകുപ്പുണ്ടെങ്കിൽ അവിടെ ഈ ക്രിസ്ത്യൻ അങ്ങനെ ചിന്തിക്കണ്ട. ഇങ്ങനൊരു മനുഷ്യനെ ഭൂമിയിൽ ദൈവം അയച്ചിട്ട് ഇങ്ങനൊരു കുരുതി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും ഈ കുരുതിയിൽ വിശ്വസിക്കുന്നത് കാരണം ഇളവ് ചെയ്ത് തരില്ലേ എന്ന് സൃഷ്ടാവാൻ ദൈവത്തോട് ആർക്ക് വേണോ പ്രാർത്ഥിക്കാം. നിങ്ങൾ അതിലേക്ക് യോഗ്യനാണ്, നിങ്ങൾക്ക് വേറൊരു വഴിയുമില്ല, നിങ്ങൾ അത്ര കണ്ട് കഷ്ടം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ഈ ഇളവ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് യേശു ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് പാപികൾക്ക് വേണ്ടിയിട്ടാണ്. എത്രത്തോളം വലിയ പാപിയാണോ അത്രയും നീ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയും നീ കർമ്മഫലം അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഇത് ഭൂമിയിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏത് മതത്തിലോ എവിടെയോ ആയിട്ട് ആരത്രയും കിടന്ന് കഷ്ടം അനുഭവിക്കുന്ന ഒരു പാപിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല അത്രയും കർമ്മഫലങ്ങൾ അനുഭവിച്ച് വർഷങ്ങളെടുത്തിട്ടും തീരുന്നില്ലെങ്കിൽ ഇങ്ങനൊരു ഇളവുണ്ട് എന്ന് മനസ്സിലാക്കി ഈ ദൈവത്തോട്, സൃഷ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഇളവ് കിട്ടും. ശ്രമിച്ചു നോക്കൂ. ഇതാണ് ഇതിന്റെ അടുത്തൊരു വിശദീകരണം. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ ഒന്നുകൂടെയൊക്കെ ഞാൻ വിശദീകരിച്ച് തരാം. ഈ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റുകൾ ചെയ്യുക. അത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു വിശദീകരണം കൂടെ തരാം. ഇപ്പൊ കുറച്ചും കൂടെ ഞാൻ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ദൈവം എന്തിനാണ് ഇങ്ങനെ ഈ പരിപാടി ചെയ്തതെന്ന് പറഞ്ഞ് കൂടുതൽ ആഴത്തിലൊന്നും ആരും ചോദിക്കരുത്. ബാക്കിയൊക്കെ രഹസ്യങ്ങളാണ്. നമുക്ക് 4th ഡയമെൻഷനിലോട്ടൊക്കെ പോയതിനു ശേഷം ബാക്കി പഠിക്കാം. ഓക്കെ.